നടക്കുകയാണ്. ശരിക്കും ഉണ്ടല്ലോ, ഈ ഇത്രയും പണി നടക്കുന്ന ഈ ഒരു റോഡില് ഈ ഇത്രയും ട്രാഫിക് ബ്ലോക്കിൽ കിടന്ന് നമ്മൾ ടോള് കൊടുത്ത് പോകുന്നത് സത്യം പറഞ്ഞാല് നമ്മൾ ശരിക്കും മണ്ടന്മാരാക്കുകയാണ്. ആരെങ്കിലുമൊക്കെ കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജിയൊക്കെ കൊടുത്തിട്ട് ഇവിടുത്തെ ഈ പണി തീരുന്നത് വരെ ടോള് വാങ്ങുന്നത് നിർത്തണമെന്നും പറഞ്ഞുകൊണ്ട് കോടതിയിൽ നിന്നൊക്കെ ഈസി ആയിട്ടൊരു അനുകൂല വിധി നേടാവുന്നതാണ്. എന്തുകൊണ്ടാണെന്നൊന്നും ആരും ചെയ്യാത്തതെന്ന് എനിക്കറിയത്തില്ല. പണ്ട് പോലെ ഇന്ന് വരെ യാതൊരുവിധ സൗകര്യങ്ങളും കിട്ടാതെ നമ്മൾ ടോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂരിലെ ടോൾ പ്ലാസ, അല്ലെ? ദേശീയപാത 544-ൽ സുഗമമായ ഗതാഗത സൗകര്യം ഉറപ്പുവരുത്തുന്നതുവരെ പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെച്ച് തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടു. ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണ മേഖലയിൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി പോലീസിന്റെ സഹായത്തോടെ ആവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കുന്നതിന് ദേശീയപാത അതോറിറ്റിക്ക് കളക്ടർ നിർദ്ദേശം നൽകി. ഉത്തരവ് ദേശീയപാത അതോറിറ്റി പാലിക്കുന്നുണ്ടെന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഉറപ്പുവരുത്തണമെന്നും സുഗമമായ ഗതാഗത സൗകര്യം ഉറപ്പായതിനു ശേഷം നിർദ്ദേശം പുനഃപരിശോധിക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. ദേശീയപാത 544-ൽ ചിറങ്ങര അടിപ്പാത നിർമ്മാണ സ്ഥലത്തും പരിസരത്തും വ്യാപകമായ ഗതാഗത കുരുക്കാണെന്ന് പരാതിയെ തുടർന്ന് ദേശീയപാത അതോറിറ്റിയുമായി 2025 ഫെബ്രുവരി 25, ഏപ്രിൽ 4, 22 തീയതികളിൽ ജില്ലാ ഭരണകൂടം ചർച്ചകൾ നടത്തിയിരുന്നു. ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്ന് ടോൾ പിരിവ് നിർത്തലാക്കുന്നതിന് ഏപ്രിൽ 16-ന് എടുത്ത തീരുമാനം ദേശീയപാത അതോറിറ്റി സാവകാശം ആവശ്യപ്പെട്ടതിനാൽ പിൻവലിച്ചിരുന്നു. ഏപ്രിൽ 28-നകം ഗതാഗത കുരുക്കിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ഏപ്രിൽ 16-ലെ തീരുമാനം നടപ്പിലാക്കുമെന്ന് 22-ലെ യോഗത്തിൽ തീരുമാനിച്ചു. എന്നാൽ ദേശീയപാത അതോറിറ്റി ഈ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതോടെയാണ് ഈ തീരുമാനം. ചാലക്കുടി ഡിവൈഎസ്പി, ചാലക്കുടി RTO, ചാലക്കുടി തഹസീൽദാർ എന്നിവർ നടത്തിയ സംയുക്ത പരിശോധനയിൽ പേരാമ്പ്ര, മുരിങ്ങൂർ, ചിറങ്ങര എന്നിവിടങ്ങളിൽ അടിപ്പാത നിർമ്മാണ മേഖലകളിൽ ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുകയോ ഫ്ളാഗ്മാനെ നിയോഗിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് വ്യക്തമായിരുന്നു. ആഴത്തിൽ കുഴിയെടുത്തിട്ടുള്ള ഭാഗങ്ങളിൽ മതിയായ സംരക്ഷണ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടില്ലെന്നും സർവീസ് റോഡിന് സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റുകളെല്ലാം മാറ്റിയിട്ടില്ലെന്നും പരിശോധനാ റിപ്പോർട്ടിൽ പറയുന്നു. മെയിൻ റോഡുകളിൽ നിന്ന് സർവീസ് റോഡുകളിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലങ്ങളിൽ എല്ലായിടത്തും വീതി കൂട്ടിയിട്ടില്ല. റോഡിന്റെ ഉയരം ക്രമീകരിക്കുകയോ മതിയായ വെളിച്ചം, ആവശ്യത്തിന് മുന്നറിയിപ്പ് ബോർഡുകൾ എന്നിവ ഉറപ്പാക്കിയിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. ഈ പാത ഒരു ടോൾ റോഡ് ആണെങ്കിൽ പോലും വഴി മോശമായ സ്ഥിതിയിലായിരുന്നു. റോഡ് പണിത കാലത്ത് തന്നെ നിർമ്മിക്കേണ്ടിയിരുന്ന അടിപ്പാതയാണ് ഇപ്പോൾ നിർമ്മാണം നടക്കുന്നത്. ടോൾ നൽകി പോകുന്നുവെങ്കിലും നേരങ്ങളിൽ ഗതാഗത കുരുക്കിൽ കിടന്നു പോകേണ്ടിയിരുന്ന സ്ഥിതി ആയിരുന്നു യാത്രക്കാർക്ക്. ഇതിനൊരു ആശ്വാസമായി നിർമ്മാണം പൂർത്തിയായി ഗതാഗതം പുനഃസ്ഥാപിക്കുന്നവരെ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്ന് ജനങ്ങളിൽ നിന്ന് ആവശ്യം ഉയർന്നിരുന്നു. പ്രശസ്ത യൂട്യൂബ് ബ്ലോഗറും സാമൂഹ്യ മാധ്യമ ഇൻഫ്ലുവൻസറുമായ സുജിത് ഭക്തൻ കഴിഞ്ഞ ഒരാഴ്ച മുൻപ് ഈ വഴി യാത്ര ചെയ്യുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പണ്ടേ പണിയാണ് സാധനമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, എന്നും നമ്മളിങ്ങനെ ഈ പണി കാരണം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. എന്തായാലും ഗവൺമെന്റ് ഒക്കെ ഇടപെട്ട് ഇവിടുത്തെ ടോൾ പിരിവ് ഈ പണി തീരുന്നവരെങ്കിലും നിർത്തിവെക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പണിയൊക്കെ പെട്ടെന്ന് തീരും. കാരണം പണി തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ടോൾ പിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും പണിയൊക്കെ പെട്ടെന്ന് തീർക്കുകയും ചെയ്യും. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് മുന്നോട്ടിറങ്ങി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ള വഴിയുടെ പണി പൂർത്തിയാകുന്നതുവരെ ടോൾ പിരിവ് നിർത്താൻ സർക്കാർ സ്ഥാപനങ്ങൾ ഇടപെടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. അത്തരത്തിൽ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെച്ചാൽ വഴിയുടെ പണി വേഗം പൂർത്തിയാകും എന്നും അദ്ദേഹം പറയുന്നു. ഏതായാലും ഈ വഴി സ്ഥിരമായി ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് യാത്രക്കാർക്ക് ഒരാശ്വാസം നൽകുന്ന പ്രഖ്യാപനമാണ് കളക്ടറിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്.